ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത കലാഭവൻ നവാസ് അന്തരിച്ചു എന്നതാണ്. ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കലാഭവൻ നവാസിനെ. എന്താണ് സംഭവിച്ചത് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. 51 വയസ്സായിരുന്നു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SS ശരൺ ചേരുന്നു നമുക്കൊപ്പം. SS ശരൺ, എപ്പോഴാണ് കലാഭവൻ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? അതാണ് നമുക്ക് അറിയേണ്ടത്. നേരത്തെ നവാസിൻ്റെ പ്രതികരണങ്ങളൊക്കെ പല വിഷയങ്ങളിലും ഇക്കഴിഞ്ഞ അടുത്ത കാലം വരെയൊക്കെ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. കലാഭവൻ നവാസ്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയിലടക്കം കലാഭവൻ നവാസ് ഒരു പ്രധാന കഥാപാത്രമായിട്ടൊക്കെ അഭിനയിച്ചതാണ് അടുത്തിടെ. അഷ്റഫ് ഗുരുക്കൾ അതിൽ ഈ സംഘടന സംവിധാനത്തിലൊക്കെ നവാസിനെ കുറിച്ചൊക്കെ വളരെ കാര്യമായി പറഞ്ഞതൊക്കെ ഈ അടുത്തിടെ നമ്മൾ വായിച്ചതുമാണ്. കലാഭവൻ നവാസിൻ്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കലാഭവൻ നവാസിനെ. നമുക്കൊപ്പം അനൂപ് ഷൺമുഖനുണ്ട്. അനൂപ് ഷൺമുഖൻ, കലാഭവൻ നവാസ് മിമിക്രി കലാരംഗത്ത് നിന്ന് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്ന താരമാണ്. ചൈതന്യം എന്ന സിനിമയിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ പല സിനിമകളിൽ നമ്മൾ കണ്ടതാണ്. സ്ക്രീനിൽ തുടങ്ങിയ പ്രണയം അത് വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഭിമുഖങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോഴും കഴിഞ്ഞ ഈ അടുത്തിടെയൊക്കെ ചില അഭിമുഖങ്ങളിലൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ചില സ്നിപ്പറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടിരുന്നു. അതിലൊക്കെ ഈ രഹനയും നവാസും ഒക്കെ ഞങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളുണ്ട്, ഞങ്ങളെ കണ്ടാൽ അത് പറയില്ല, അങ്ങനെ വളരെ തമാശയായി സ്ക്രീനിൽ മാത്രമല്ല അല്ലാതെ യഥാർത്ഥ ജീവിതത്തിലും വളരെ തമാശയോടെ സംസാരിക്കുന്ന, എല്ലാവരോടും ചിരിച്ച് ഇടപെടുന്ന ആ ഒരു നവാസിനെയാണ് ഓർമ്മയിലേക്ക് വരുന്നത്.